സെറ്റ് പരീക്ഷകളിലെ ക്രമക്കേട് വിഷയത്തിൽ മലപ്പുറത്ത് എസ്എഫ്ഐ മാർച്ചിൽ പോലീസ് ലാത്തി വീശി. മാർച്ചിൽ കേന്ദ്ര കമ്മിറ്റി അംഗം ഇ അഫ്സൽ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അജ്മൽ അൻസാർ, ജില്ലാ കമ്മിറ്റി അംഗം മുഹ്സില ഭഗത് തുടങ്ങി നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റു. എൻഡിഎ പിരിച്ചുവിടുക, കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് എസ്എഫ്ഐ മലപ്പുറം ജില്ലാ കമ്മിറ്റി ജിഎസ്ടി ഓഫീസ് മാർച്ച് നടത്തിയത്. എസ്എഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ഇ അഫ്സൽ ഉദ്ഘാടനം ചെയ്തു. സമരത്തിൽ ഇത്ര ആളുകളെ ഉള്ളൂ. ഇനി നിൽക്കുന്ന പോലീസുകാർ കൂട്ടിയാൽ അത്ര പേരെ കൂട്ടാൻ വേണ്ടി കഴിയും. ഞങ്ങൾക്ക് 15 ലക്ഷം മെമ്പർഷിപ്പ് ഉണ്ട് ഈ സംസ്ഥാനത്താകമാനം. 15 ലക്ഷം വിദ്യാർത്ഥികളെ അണിനിരത്തി ഞങ്ങൾ സമരം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ എത്ര പോലീസ് ഫോഴ്സുണ്ട് ഈ കേരളത്തിൽ? ഞങ്ങൾ ഇങ്ങനെ സമരം ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളൂ. ഇവിടെ ഇരിക്കാനേ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളൂ. സംഘപരിവാരത്തിന്റെ RSSന്റെ അച്ചാരം വാങ്ങുന്ന പോലീസുകാർ മനസ്സിലാക്കിക്കോ, നിങ്ങൾ ഉറങ്ങുന്ന കൂരകളൊന്നും അമ്പിളിമാമൻ നടികത്തല്ല എന്ന് മനസ്സിലാക്കുന്നതാണ്. അമ്പിളിമാമൻ നടികത്തല്ല. അവിടെ വരാനും അവിടെ സമരം ചെയ്യണമെങ്കിൽ അവിടെ സമരം ചെയ്യാനും ശേഷിയുള്ള സംഘടനയാണ് എസ്എഫ്ഐ. ഈ രാജ്യത്തെ വിദ്യാർത്ഥികളുടെ ഏറ്റവും മെറിറ്റോറിയസ് ആയ വിഷയത്തെ ഉന്നയിച്ചാണ്, ഉയർത്തിക്കാട്ടിയാണ് എസ്എഫ്ഐ സമരം ചെയ്തത്. തലതല്ലി പൊളിച്ചാലും വെടിയുതിർത്ത് ഞങ്ങളെ കൊന്നാലും ഞങ്ങൾ ഈ സമരം ഈ തെരുവിൽ തുടരുക തന്നെ കഴിയും. ഈ തീരുമാനം എൻഡിഎ എന്ന് പറയുന്ന കേന്ദ്രത്തിലെ ഈ രാജ്യത്തെ മുഴുവൻ എൻട്രൻസ് എക്സാമുകളും ഒരു കുടക്കീഴിലാക്കി ഈ രാജ്യത്തിന്റെ കടൽ സംവിധാനത്തെ ചോദ്യം ചെയ്ത് കോച്ചിംഗ് സെന്ററുകൾക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയ ഈ എൻഡിഎ തിരിച്ചുവിടുന്നതുവരെ ഞങ്ങൾ സമരഭൂമിയിലാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ജില്ലാ പ്രസിഡന്റ് കെ ഹരിമോൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി കെ ശിഹാബ്, സംസ്ഥാന കമ്മിറ്റി അംഗം ടി സ്നേഹ എന്നിവർ സംസാരിച്ചു. ഈസ്റ്റ് ലൈവ്, മലപ്പുറം.